ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പിൽ CBI അന്വേഷണത്തിന് സാധ്യത തെളിയുന്നു. ഇതര സംസ്ഥാനങ്ങളിലെ നിക്ഷേപകരും വഞ്ചിക്കപ്പെട്ട തട്ടിപ്പിൽ ED അന്വേഷണത്തിനൊപ്പം CBI അന്വേഷണവുമെന്ന ആവശ്യവും ശക്തമാണ്. 3141 കോടി രൂപ നിക്ഷേപവുമായി പ്രതികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുമ്പോഴും സർക്കാർ CBI അന്വേഷണത്തിൽ തീരുമാനം എടുത്തിട്ടില്ല. വൻ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ CBIയും അന്വേഷണം നടത്താറുണ്ട്. ഹൈറിച്ച് നിക്ഷേപ തട്ടിപ്പിൽ നിക്ഷേപമായി ആകെ സ്വീകരിച്ചത് 3141 കോടി രൂപയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ TJ വിനോദ് MLAയുടെ ചോദ്യത്തിനുള്ള മറുപടിയിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വൻ നിക്ഷേപ തട്ടിപ്പ് CBIക്ക് കൈമാറുന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്യുന്ന കേസുകളിലാണ് CBIക്ക് അന്വേഷണം നടത്താൻ കഴിയുന്നത്. എന്നാൽ CBI അന്വേഷണ സാധ്യതകളുള്ള പല കേസുകളും കേരള സർക്കാർ CBIക്ക് കൈമാറാറില്ല. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിക്കെതിരെ തൃശൂർ ചേർപ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണത്തിൽ ഇതര സംസ്ഥാനത്തു നിന്നുള്ളവരും കബളിപ്പിക്കപ്പെട്ടതായി കണ്ടെത്തിയിട്ടുണ്ട്. അന്തർ സംസ്ഥാന പണമിടപാടുകൾ നടന്നതായി കണ്ടെത്തിയ ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പിൽ വിദേശത്തുള്ളവരുടെ നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. രാഷ്ട്രീയ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും തട്ടിപ്പിന്റെ ഭാഗമായിട്ടുണ്ടെങ്കിലും CBI അന്വേഷണമാണ് അഭികാമ്യം. ഇപ്പോൾ നടക്കുന്ന ED അന്വേഷണത്തിനൊപ്പം CBI അന്വേഷണവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കേസിൽ ED അന്വേഷണം നേരിടുന്ന ഹൈറിച്ച് MD KD പ്രതാപനും ഭാര്യ ശ്രീനയും ഒളിവിലാണ്. ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയും നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലൊന്നിൽ CBI അന്വേഷണം ആവശ്യപ്പെടാൻ സർക്കാർ തയ്യാറാകുമോ എന്നതാണ് പ്രധാനം. ജനം, കൊച്ചി.